ഗൈസ്, ജിമ്മിലുള്ളവരോട്ട് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി വെച്ചാൽ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്, ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഇറങ്ങുകയാണ്. സോ നമ്മൾ RC വന്നിട്ടുണ്ട്, ഇന്ന് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കാൻ പോകണം. എനിക്ക് സ്കൂളിൽ ഫോൺ അലോട്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. RC ഒക്കെ എടുത്തിട്ട് വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, എല്ലാം സെറ്റാക്കാം. സോ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഓക്കെ, നേരെ വീട്ടിലോട്ട് പോകില്ല, നേരെ ഞാൻ സ്കൂളിലോട്ട് പോയിട്ട് വന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകും. സോ നമ്മളെ RC നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പോയി എടുത്തിട്ട് വന്നേ ഉള്ളൂ. സോ കാര്യമുള്ളൂ. സാധനം എങ്ങനെയാണ് വന്നിരിക്കണത്. RC നമുക്ക് പൊളിക്കാം, പൊളിക്കാം. ഇത് പൊളിക്കേണ്ടതാണ് ഇവിടെ. ലെറ്റർ ഉണ്ട്, ലെറ്റർ നോക്കാം. ഓക്കെ, ജമാലു ബ്രോയ്ക്ക്. സോ ജമാലു ബ്രോയ്ക്ക് ഞാൻ അയക്കുന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താണ് അയക്കുന്നതെന്ന് ബ്രോയ്ക്കറിയാം, എന്നാലും ഒരു കൗതുകത്തിന് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം നമുക്ക് കാണാം. ഉറപ്പായിട്ടും കാണാം. എൻ്റെ നമ്പർ കാണുമെന്ന് വിചാരിക്കുന്നു. മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കാണാം. മെസ്സേജ് ഇട്ട് കോൾ വിളിക്കാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാണാം. എന്ന് സ്വന്തം രാഹുൽ ഇൻസ്റ്റ ID എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ടാഗ് ചെയ്തേക്കാം. ഇൻസ്റ്റ ID ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ ഒന്ന് ടാഗ് ചെയ്തിട്ടിരിക്കാം. സോ എനിവേ, അയച്ചു തന്ന രാഹുൽ ബ്രോയ്ക്ക് താങ്ക് യു. വേറെ ഒന്നും പറയില്ല, നമുക്ക് ഇനി നേരിട്ട് കാണുമ്പോൾ എൻ്റെ വക ട്രീറ്റ്. സോ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. കാണുന്നില്ലേ? ടടാ, പിന്നെ ഒരു കാര്യം, ഈ രാഹുൽ എന്ന് പറഞ്ഞ ആൾ ബാംഗ്ലൂരാണ് ഉള്ളത്. സോ രാഹുൽ ബ്രോ ബാംഗ്ലൂരാണ് ഉള്ളത്, ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. പക്ഷേ നമുക്ക് ഈ കൊറിയർ വന്നിരിക്കണത് ട്രിവാൻഡ്രത്ത് എന്തോ ബന്ധുവിനെയോ അതോ ഫ്രണ്ടിനെ എന്തോ വിളിച്ച് പറഞ്ഞാണ് സെറ്റാക്കിയിരിക്കുക. സോ എനിവേ, ഇത്രയും കഷ്ടപ്പെട്ട് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്ത് തന്നതിന് താങ്ക് യു ബ്രോ. സോ അയ്യോ RC ഇവിടെ ഇരിക്കട്ടെ. ചാർജിങ് കേബിൾ എടുത്ത് കൂട്ടിക്കറിയില്ല. ഇവിടെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു സാധനമാണ് തന്നിരിക്കുന്നത് RC. അതെന്താണ് നടത്തുന്നത്? മറ്റേ സാധനം ഒന്നുമില്ല. അതെന്താണ് ഇങ്ങനത്തെ RC ഉണ്ടോ? RC ആണല്ലേ? ഓ, സ്പ്രിങ് സാധനം സീനി.
വർക്കിംഗ് ഗൈസ്. ചാർജ് കുറവാണ് കേട്ടോ. സാധനം സെറ്റ് മോനെ അന്ന് തറയിടാൻ നമുക്ക്. സോ ഗൈസ് നമ്മൾ ആർച്ച് ചെയ്താണ്. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ, ഒരു കയ്യിൽ ഇതാണ്. മോനെ മോനെ ഇത് മറ്റേ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. ഇതിന്ന് മറ്റേ ടയർ മാത്രം കറങ്ങി പുകയെ കറങ്ങാമെന്ന് നോക്കിയോട്ടെ. അങ്ങനെ വരത്തില്ലേ ഇത്? സ്റ്റാൻഡ് ഹോൾഡ് ചെയ്യട്ടെ. അടിച്ചു പോയതോളി അങ്ങനെ മറക്കാറില്ല. അടിച്ചു പോയേ പിന്നെ ചാർജ് ഇട്ടിരിക്കുകയാണ്. ബാറ്ററി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആർസിയുടെ വീഡിയോ നോക്കാം. ഓക്കെ, എനിവേ വീണ്ടും പറയാണ് രാഹുൽ ബ്രോ, താങ്ക് യു. നമുക്ക് എന്തായാലും ബ്രോ നാട്ടിലെത്തിയതിന് ശേഷം കാണാം. ഓക്കെ, സോ നമുക്ക് ആർസിയുടെ വീഡിയോ എടുത്ത് ഓടിക്കണം. ബട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് നമ്മുടെ ആരാധകർ അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞു ആർ സി മതിയാവും. പിന്നെ ബ്രോയിൻ്റെ അടുത്ത് എനിക്ക് ആർ സി മതി എന്ന് പറയേണ്ടി വന്നു. സോ ആർ സി എത്തി. ഞാൻ ആർ സി വീഡിയോസൊക്കെ വരും. ഓക്കെ, ബൈ. സോ ഗൈസ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്, കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ആർ സി അൺബോക്സിങ് ചെയ്ത് ഓടിച്ചിട്ട് ചാർജിനൊക്കെ ഇട്ടിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു കിടക്കച്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ജമാലു കൂടെ വരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജമാലു ബൈ ഓൾ. ശുഭദിനം.